ഞാനിടും. ഇതൊക്കെയാണ് ഇവിടുത്തെ കോക്കമ്പീച്ചികൾ. ചേച്ചിക്ക് ചായ ഇപ്പൊ വേണോ? എവിടെയെങ്കിലും പോവാന്നൊന്ന് പറഞ്ഞേച്ച് പൊക്കൂടെ? രാവിലത്തെ ഉദ്യോഗം കഴിഞ്ഞ് ഈ എൻ്റെ അമ്മച്ചിയെന്ന് വിളിക്കുന്നതിന് വരെ എൻ്റെ ബെഞ്ചുമോളേന്ന് വിളിക്കണം. ഹലോ, ഹെഡ്മിലൂഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? ദൈവകൃപയാൽ ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ ആഴ്ച മൊത്തം ഞങ്ങളെ കണ്ടുന്ന്. കാരണം അടുപ്പിച്ച് 4 വ്ലോഗ് ഇട്ടിരുന്നു. ഇത് 5ാമത്തെ ആണെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇപ്പൊ ഒത്തിരി സന്തോഷം നിങ്ങൾ തരുന്ന സപ്പോർട്ടിന്. ആരെങ്കിലും ഞാനിപ്പോ അങ്ങനെ പറയാറേ ഇല്ല കേട്ടോ. എങ്കിലും ഇപ്പൊ കുറെ മാസങ്ങൾക്ക് ശേഷം ഒന്നുകൂടെ പറയുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എനിക്കൊരു ആഗ്രഹമുണ്ട് നമ്മുടെ ചാനലിൽ മില്യൻ ആകണമെന്ന്. പലരും പറയാറുണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ 1 മില്യൻ ആവേണ്ട ചാനലാണെന്ന്. ശരിയാണ്. താല്പര്യമുള്ളവരും ഇഷ്ടമുള്ളവരും സബ്സ്ക്രൈബ് ചെയ്യും, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ പലരും മറന്നു പോകുന്നുണ്ട്. എന്റെ അനലിറ്റിക്സ് എടുത്ത് നോക്കിയാല് ചാനല് എന്റെ വീഡിയോസ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കൂടുതലും കാണുന്നത്. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കണേ. കാരണം ഈ പഴയ യൂട്യൂബ് അല്ലല്ലോ ഇപ്പോ. കമന്റ്സും ലൈക്കും ഒക്കെ കൂടുതലുണ്ടെങ്കിലാണ് ആ വീഡിയോയെ അല്ലെങ്കിൽ ആ യൂട്യൂബ് ചാനലിനെ യൂട്യൂബുകാർ പ്രൊമോട്ട് ചെയ്യുന്നതും ബൂസ്റ്റ് ചെയ്യുന്നതും ആളുകളിലേക്ക് കൂടുതൽ നമ്മുടെ വീഡിയോ എത്തുന്നതും ഒക്കെ അങ്ങനെയാണ് കേട്ടോ. കാരണം ലൈക്ക് ഒന്നുമില്ല, കമന്റ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബും നമ്മുടെ വീഡിയോയെ തഴയും, അത്രയേ ഉള്ളൂ. എത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്താലും യൂട്യൂബിന്റെ സൈഡിൽ നിന്നും കൂടി നമുക്കൊരു സപ്പോർട്ട് ഉണ്ടെങ്കിലേ ചാനൽ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോ രാവിലെ തന്നെ എന്താ തുണി തേക്കുവാണ്. സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ തേച്ച് വെക്കാറുണ്ട്. കൂട്ടത്തിൽ എന്റെയും തേക്കാറുണ്ട്. നേരത്തെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, മുറ്റത്തൊരു മേശയുണ്ട്, അവിടെ നിന്നായിരുന്നു തേക്കുന്നത്. പക്ഷെ ഇപ്പം ഈ മേശ ഇവിടെ വന്നതിൽ പിന്നെ ഇത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന മേശയായിരുന്നു. ഇപ്പൊ അവിടെ നമ്മളൊരു സംഭവം പണിഞ്ഞ് എടുത്തു. അതിൽ പിന്നെ ഈ മേശ ഇവിടെ ഇട്ടത് കൊണ്ട് ഇവിടെ ഇട്ടാണ് കൂടുതലും തേക്കുന്നത് കേട്ടോ. അപ്പൊ ഞങ്ങളിങ്ങനെ അടുക്കളയിൽ അവിടെ ഇവിടെയായിട്ട് കൊച്ചുവർത്താനം പറഞ്ഞ് നിൽക്കുകയാണ്. ഇന്നത്തെ വ്ളോഗും ഒരു ദിവസത്തെ അല്ല, 2 ദിവസത്തെയാണേ. അപ്പോ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളും കാണാം. മെഷീനകത്തിടാന് വെള്ളം മാത്രം അല്ലാതെ വേണ്ട, അത് നൈസ് തുണിയാണെന്ന് വലയും. ഈ വീട്ടിലെ എല്ലാം ഊരണോന്ന് പറഞ്ഞപ്പോ ഇനി ഏതാ ഏതാ ഏതാ? ഈ പ്രതീക്ഷകളെല്ലാം എനിക്കിത് കയ്യെത്തത്തില്ല. കസേരയിൽ ഊരി അഴിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ജോസാന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് കർട്ടൻ കഴിവക്കം നടക്കത്തുള്ളൂ കേട്ടോ. കുറേ ദിവസമായിട്ട് ഞാൻ പറയുന്നു ഒന്ന് ഊരിത്തരണേ ഊരിത്തരണേന്ന്. ഇപ്പോഴാണ് ജോസാനും ഊരിത്തരാനൊരു മൂഡ് വന്നത്. അത് കാണിക്കാനായിരുന്നോ? കർട്ടനുകൾ മെഷീനിൽ ഇടാൻ പോകുന്നു. ഒരു വള്ളി ഇവിടെ ഒക്കെ തൂങ്ങി കിടക്കുന്ന എന്തുവാ? അങ്ങ് മാറ്റിക്കൂടെ? എൻ്റെ ഇടയ്ക്ക് തന്നെ അത് കിടപ്പുണ്ട്. അല്ല ഏട്ടാരെ ഏതാ ഇതിനകത്തിട്ടാരെ? മോളെ ചോറ് തിന്നോ? മൊത്തം തിന്നില്ലല്ലോ, ബാക്കിയുണ്ടല്ലോ. സുന്ദരി പെണ്ണേ, ഉറങ്ങിക്കോ, കിടന്നു. മോൾക്ക് എന്നോടി. അയ്യോടി സുന്ദരി പെണ്ണേ, സുന്ദരി മോളെ. അപ്പൊ മെഷീനിൽ 2-3 സെറ്റായിട്ടാണ് കഴുകിയെടുത്തത് എല്ലാം കൂടി. കാരണം ഒരുമിച്ചിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ നല്ല വെയിലുണ്ട് ഫ്രണ്ട് മുറ്റത്ത്. അതുകൊണ്ട് പെട്ടെന്നൊരു
10-15 മിനിറ്റ് അതിനകം അത് ഉണങ്ങി കിട്ടും. അതുകൊണ്ട് ആദ്യം മെഷീനിൽ അടിച്ചത് ഇങ്ങോട്ട് കൊണ്ടിട്ടു. മറ്റിടത്തും പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നേരത്തെയൊക്കെ ആണെങ്കിൽ നമ്മൾ ടെറസിലായിരുന്നു തുണി കൊണ്ടിടുന്നത്. പിന്നെ അതിനുശേഷം ആ അടുക്കള വശത്ത് ഷീറ്റ് ഇട്ടത് കൊണ്ട് മഴയാണേലും വെയിലാണേലും അവിടെയാ തുണി വിരിക്കുന്നത്. മിക്കവാറും ദിവസങ്ങളിൽ രാത്രിയാണ് ഞങ്ങൾ തുണി കഴുകുന്നത് കേട്ടോ. കാരണം എല്ലാ ജോലിയും കഴിഞ്ഞ് രാത്രി തുണി കഴുകി കയറി കുളിച്ച് പ്രാർത്ഥിച്ച് കിടക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം അടുക്കള മുറ്റത്ത് വിരിക്കുന്നത് കൊണ്ട് തന്നെ പകൽ സമയത്ത് അവിടെ വിരിച്ചാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി നടക്കാനും ജോലി കാര്യങ്ങൾ ചെയ്യാനും ബുദ്ധിമുട്ടാവും. രാത്രിയാവുമ്പോൾ അതവിടെ കിടന്നാല് പിറ്റേന്ന് വെളുപ്പിനെ ഒരു 10-10:30 ആവുമ്പോഴത്തേക്ക് തുണിയെല്ലാം ഉണങ്ങി കിട്ടും. പിന്നെ നമുക്ക് ആ മുറ്റത്ത് നടക്കാനോ കയറി ഇറങ്ങി നടക്കാനോ തലയെ തട്ടുകയോ ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നും കാണത്തില്ല. അപ്പം വെയിലത്തൂന്ന് വന്നപ്പോൾ നല്ല ദാഹം. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഞാൻ ഇങ്ങനെ ഈ നെല്ലിക്ക ഉപ്പിലിട്ടതിന്റെ വെള്ളം എടുത്തിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് കുടിക്കാറുണ്ടെന്ന്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നല്ലൊരു ദാഹശമിനിയാണ്. ഇതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നെല്ലിക്ക പെരട്ടുണ്ടല്ലോ, ഞാൻ ഇവിടെ നിന്നും സെയിൽ ചെയ്യുന്നത്. നെല്ലിക്ക പെരട്ടും ഞാൻ ഇതുപോലെ ഇച്ചിരി ഞെരടി അതിനകത്ത് തണുത്ത വെള്ളം ഒഴിച്ച് ഉപ്പ് വേണമെങ്കിൽ ഇച്ചിരി ഉപ്പ് ഇട്ട് കുടിക്കാറുണ്ട്. എന്താ ടേസ്റ്റ് എന്നറിയാമോ? നിങ്ങളുടെ ഈ നെല്ലിക്ക പെരട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ നാടൻ സംഭവങ്ങളാണ് അതൊക്കെ. ഇത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും ഇത് എന്താണ് വെൻസി കാണിക്കാൻ പോകുന്നത് ഇത്രയും മുട്ടത്തോടും. ഇത് ഞങ്ങൾ ബുൾസൈ അടിച്ചതും പൊരിച്ചതും ഒക്കെ ആയിട്ടുള്ള മുട്ടത്തോടാണ്. പുഴുങ്ങുന്നതിന്റെയോ വാട്ടി കുടിക്കുന്നതിന്റെയോ ഒന്നും മുട്ടത്തോട് ഇങ്ങനെ ഇതിനകത്ത് ഇടാറില്ല. മറ്റേത് ബുൾസൈയോ അല്ലാതോ ചെയ്യുന്നതിന്റെ തോട് കഴുകി ഉണങ്ങിയ ശേഷം ഈ കവറിലോട്ട് ഇട്ട് വെക്കും. അതിനെ പൊടിച്ചെടുക്കാനാണ്. നമ്മുടെ ചെടികൾക്കായാലും പച്ചക്കറികൾക്കായാലും എന്തിനായാലും ഇതിന്റെ പൊടി ഒത്തിരിയൊന്നും വേണ്ട, ഒരു 1/2 ടീസ്പൂണിന്റെ ആവശ്യമേ ഉള്ളൂ ഒരു ചെടിക്ക്. വല്ലപ്പോഴും ഒക്കെ ഇട്ട് കൊടുക്കുന്നത് കാവലം കൂട്ടും കേട്ടോ. കാൽസ്യമാണിത്, ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. മഗ്നീഷ്യവും ഉണ്ടോന്ന് സംശയമുണ്ട്. അപ്പൊ എന്തായാലും കാൽസ്യത്തിന്റെ ഉറവിടമാണിത്. അതുകൊണ്ട് ചെടികളൊക്കെ ഉള്ളത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, മുട്ടത്തോടൊക്കെ ചെടിയുടെ മൂട്ടിലോട്ട് ഇട്ടാൽ നല്ലതാണ്. അതിനേക്കാളും നല്ലത് ഇങ്ങനെ ഒന്ന് പൊടിച്ചിടുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. പൊടിച്ചു കഴിഞ്ഞപ്പോഴാണ് ദൈവമേ അത് തുറന്നപ്പോ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും. അത് തുറന്നപ്പോ ഞാൻ വിചാരിച്ചു ഇതെന്താണ്, മുട്ടയുടെ ആ പൗഡറാണോ പൊടിയാണോ അതോ ഇനി പുകയാണോ? പുകയല്ല, പുകയാണോ ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. നമ്മൾ ഈ കുമ്മായത്തിലൊക്കെ വെള്ളം ഒഴിച്ചാൽ നീറി പുക വരത്തില്ലേ, അതുപോലെ ഒരു സംഭവമായിരുന്നു. എനിക്ക് ശ്വാസം മുട്ടിപ്പോയി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മുട്ടത്തോട് പൊടിച്ചു വെക്കുന്നത് കേട്ടോ. എത്രയോ മാസങ്ങളുടെ ശേഖരിച്ചു വെച്ചതാണെന്ന് അറിയാമോ ഇത് ഇത്രയും കിട്ടിയത്. അപ്പം 2 ബാച്ചായിട്ട് അതും പൊടിച്ചു വെച്ചു. എൻ്റെ അടുത്ത് കഴിഞ്ഞ വ്ളോഗിൽ ഈ നെല്ലിക്ക ഉപ്പിലിട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നല്ലതുപോലെ തിളപ്പിച്ച് ആറിയ ശേഷം തിളപ്പിച്ചപ്പോൾ അതിനകത്തേക്ക് ലേശം വിനാഗിരിയും കൂടെ ഒഴിച്ചിരുന്നു, ഉപ്പും ഇട്ടിരുന്നു. അതിനുശേഷം തണുത്ത ശേഷമാണ് നെല്ലിക്ക നല്ലതുപോലെ കഴുകി ഉണങ്ങണം. വെള്ളത്തിന്റെ അംശം ഒട്ടും നെല്ലിക്കയിൽ പാടില്ല. അതിനുശേഷം ചില്ലുകുപ്പി എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് നെല്ലിക്ക, അതിനുശേഷം കുറച്ച് കല്ലുപ്പുണ്ടെങ്കിൽ ഇടാം, പൊടിയുപ്പുണ്ടെങ്കിൽ ഇടാം. വെള്ളത്തിൽ നല്ലൊരു ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഉപ്പിന്റെ ആവശ്യമില്ല. നെല്ലിക്ക ഞാൻ വേവിച്ചിട്ടൊന്നുമില്ല, പച്ചയ്ക്ക് തന്നെ നല്ലതുപോലെ കഴുകി തുടച്ചെടുത്തതാണ്. അതിനുശേഷം കാന്താരിയും പച്ചയ്ക്ക് തന്നെയാണ് അതിലിട്ടിരിക്കുന്നത്. ഞാൻ ഇതിന്റെ ഒരു ഷോർട്സ് ഇട്ടിരുന്നു. അതിനുശേഷം തിളപ്പിച്ചാറിയ ആ വെള്ളവും വിനാഗിരിയൊക്കെ ഉണ്ടല്ലോ അതുകൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നെല്ലിക്ക നല്ല പരുവമായി കിട്ടും. ചേച്ചിക്ക് ചായ ഇപ്പൊ വേണോ? പിന്നെ പക്ഷെ പാലില്ല. പാല് എനിക്ക് അല്ലാതെ ഉറ കഴിക്കാനൂടെ 2 ദിവസം തന്നെ. അപ്പൊ മൊത്തം 3 കവറുണ്ടാ. എന്നിട്ട് ഒരു തൈരും ഉറ എന്റെ ഇല്ല വേറെ. അല്ലെന്നുണ്ടെ ഉറ കഴിക്കാൻ വേണ്ട പക്ഷെ തൈരെടുക്കാം. ഇപ്പൊ ചായക്ക് പാലുക. അയ്യോ എന്ത് പെട്ടെന്ന് കല്യാണമായിരുന്നു. പക്ഷെ ഞങ്ങൾ കല്യാണമായിട്ട് കല്യാണമായിട്ട് ഞങ്ങൾ നടത്തി. എന്നായിരുന്നു? ജനുവരി 1-ാം തീയതി. അപ്പൊ ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ ഇതുപോലെ തൂത്തുടയ്ക്കാനൊക്കെ പലരും വരാറുണ്ട്. ആരാണ് അവൈലബിൾ ഉള്ളതെന്ന് വെച്ചാൽ അവരെയായിരിക്കും വിളിക്കുന്നത് കേട്ടോ. കാരണം ഇപ്പൊ തൊഴിലുറപ്പിനൊക്കെ പലരും പോകുന്നുണ്ട്. എനിക്ക് വേണ്ട സമയത്ത് അവരെ കിട്ടാറില്ല, അവർക്ക് സമയമുള്ളപ്പോ എനിക്ക് ആവശ്യം കാണാറില്ല. അപ്പൊ ആരെയാണോ കിട്ടുന്നത് അങ്ങനെയാണ് വിളിക്കുന്നത്.
ഞാൻ സൂസമായ മാസങ്ങൾക്ക് ശേഷം ഇന്നലെയാണ് കണ്ടത്. ഉം. ഞാൻ ഇവിടെ തിരക്കും ജോലിയും ആരെയും കാണാറില്ല. ഇതിനകത്താ. ആ കട ആര് വരുന്നോ പോകുന്നോ എന്നും കട വരാറുണ്ട്, പക്ഷെ ഞാൻ കാണുന്നില്ല. ഉം. ആരാ സൂസമായ ഉസ്മാൻ ഇന്നലെ വൈകിട്ടും വന്നില്ലേ? അതാ ഞാൻ പറഞ്ഞേ, മാസങ്ങൾക്ക് ശേഷം ഇന്നലെയാന്ന് കണ്ടേന്നു. ഓ 100 തേക്കണോ? ആ എനിക്ക് തികയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ 100 ഇപ്പൊ എത്രയായി? ഇപ്പൊ 39. ആയ. ഞാൻ ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് 4 ദിവസം പഠിക്ക് വേറെ പോയി. ആ എന്തായാലും എനിക്ക് 100 തികയത്തില്ല. ഒരു വർഷം 100 തികയ്ക്കണമെന്നുണ്ട്. ആ അപ്പൊ അതിനെക്കൊണ്ട് ഇനിയിപ്പോ ജോലി കാണുമോ? ഒരു ഇല്ല. വർഷം. ആ. ഓ എല്ലാവർക്കും ഓരോരുത്തരും 100 എന്നാലും ഈ 100 തികച്ചില്ലേലും കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല, നമുക്ക് 1000 രൂപ കിട്ടത്തില്ലെന്നേ ഉള്ളു. അതേ ഉള്ളൂ. ആ ഓക്കെ. നമുക്ക് സർക്കാരിന്റെ 1000 രൂപ ബോണസ് കിട്ടത്തില്ല. അത് ഒരു അപ്പൊ ചേച്ചി തൊഴിലുറപ്പിന്റെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. 100 പണി തികയ്ക്കണം, അത് ഒട്ടും ആയിട്ടില്ല, അതുകൊണ്ട് പിന്നെ പോയില്ലേലും കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ കാര്യങ്ങള് ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ അറിയുന്നത് കേട്ടോ, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടെന്ന്. അപ്പൊ ചേച്ചി ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോ ചോദിക്കുമായിരുന്നു, കുക്കിംഗ് ചാനൽ ഉണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോഴും വീഡിയോ എടുക്കുന്ന കണ്ടൊന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു, എനിക്കൂടെ ഒന്ന് കാണിച്ചു തരണേ, എന്റെ മൊബൈലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണേ എന്നൊക്കെ പറയുമായിരുന്നു. നമുക്ക് 10 12 പണി വേണമെന്നുണ്ടെങ്കിൽ 80 85 86 ആയി കഴിഞ്ഞ് നമുക്ക് ഇതുവരെ മാറി പറയാൻ പറ്റില്ല. ഓ അങ്ങനെയുണ്ടോ? ആ നമുക്ക് വീട്ടിൽ കാഴ്ച പറ്റും. അവിടെ വരുന്നവരെല്ലാം പണിക്ക് പോകുമായിരിക്കുമല്ലോ. ചില ആൾക്കാരെല്ലാം പോകും, ആണുങ്ങളും കൊണ്ടുപോയി ആ, ആണുങ്ങളും പോകും, അവര് പണി പോവായിരിക്കും. അവര് പോകും, പെണ്ണുങ്ങളും പോകും. ചേച്ചിയുടെ ഇല്ല തോണ്ടുന്ന മൊബൈലാണോ? ആ ആ അതേ ഉള്ളത്. ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും അറിയാം ചേച്ചിക്ക്. എനിക്ക് അറിയാൻ വയ്യാത്ത ഞാൻ എന്റെ മക്കൾക്ക് കൊടുക്കും. ഇത് എന്തുവാ ഇതിങ്ങനെ പോകുന്നു അങ്ങനെ വരുന്നത് എന്നാലും പറഞ്ഞു തരും. ബംഗാർ വരുമ്പോഴേ ഞാൻ ഇന്നലെ ഇത് തന്നില്ലായിരുന്നോ അലുമിനിയത്തിന്റെ, അത് കൊടുക്കണ്ട, ഞാൻ എന്തേലും നടാൻ എടുത്തോളാം. ആ ചെലവ ചേച്ചിക്ക് ചെലവാണോ? ഇതോ ഇതല്ല ഫിറ്റ് ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞോ ആരെങ്കിലും കൊണ്ടുപോകുന്നു. പഴയ കാലത്ത് നമ്മള് സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യുന്നത്, അതിവിടെ ഉണ്ട്. തരാം. അത് ബംഗാറൂരിൽ കൊടുക്കാൻ ഞാൻ ഇന്നലെ എടുത്തിട്ടയാ. കസാര വെൽഡ് ചെയ്യിപ്പിക്കാന്നുണ്ടെങ്കിൽ കസാരയും തരാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തോ ബെൻസി മഗ്നകത്തൊക്കെ ചായ കുടിക്കുന്നേന്ന്. അതൊരു സന്തോഷമാണെന്നേ. ഇനി പ്രത്യേകിച്ച് ഗ്ലാസ് ഒന്നും എടുക്കണ്ടല്ലോ, അവിടെ നിന്ന് ആ മഗ്ഗിൽ തന്നെ അങ്ങ് കുടിച്ചാൽ മതി. ഇനിയും പ്രത്യേകിച്ച് ഗ്ലാസ് എടുത്ത് അത് കഴിവണ്ട, അതുകൊണ്ട് കുടിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഏത് ചേച്ചിമാര് വന്നാലും ഞാൻ ഒരു 2-3 തേങ്ങ കൊടുക്കും തീരുമാനമായിട്ട് കേട്ടോ. കാരണം എനിക്കത് ഭയങ്കര സമയലാഭമാണ്. പിന്നീട് എന്തെങ്കിലും തോരനോ കറിയോ ഒക്കെ വെക്കണമെങ്കിലോ, നേരത്തെ ഞാൻ ഫ്രിഡ്ജിലായിരുന്നു വെക്കുന്നത്. അപ്പൊ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ചെറുതായിട്ട് കനപ്പ് പോലെ ഫീൽ ആവുന്നുണ്ടായിരുന്നു. അതിൽ പിന്നെ ഞാൻ ഫ്രീസറിൽ വെച്ച് തുടങ്ങി. അതിൽ പിന്നെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. എത്ര നാള് വേണേലും ഫ്രീസറിൽ ഇരുന്നുള്ളൂ. നമുക്ക് ആവശ്യമുള്ളപ്പം ഒരു 5 മിനിറ്റ് മുമ്പേ എടുത്തു വെക്കേണ്ട ആവശ്യമുള്ളൂ. നല്ല നൈസായിട്ട് ഇളകി കിട്ടുകയും ചെയ്യും. ഇനി അതല്ല ആ തണുപ്പോടെ അതിന്റെ കൂടെ തന്നെ വേണമെങ്കിൽ നമുക്ക് തോരനകത്തൊക്കെ ഇട്ട് ഇളക്കാം. അപ്പൊ ഇത് ഇന്നലെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ വിരിച്ചിട്ട കർട്ടനുകളാണ് കേട്ടോ. 2-3 ബാച്ചായിട്ടാ കഴുകി എടുത്തേന്ന് പറഞ്ഞില്ലേ. രാവിലെ ഒരു 9 മണിയായപ്പോഴത്തേക്ക് എല്ലാം നന്നായിട്ട് ഉണങ്ങിക്കിടക്കും. നമ്മുടെ കാലാവസ്ഥ അതുപോലാണല്ലോ. എങ്കിലും നല്ലതുപോലെ ഒന്ന് ചൂടായി ആ വെയിലിന്റെ ചൂട് കൊണ്ട് ഉണങ്ങുന്ന തുണിക്ക് ഒരു പ്രത്യേക മണമാ. അപ്പൊ അങ്ങനെ ഒരു മണം അടിച്ചു തുടങ്ങുമ്പോഴാണ് ഞാൻ എടുക്കുന്നത്. ആദ്യമേ ജനലും കമ്പിയും മേശയും എല്ലാം ഒന്ന് തുടച്ചിട്ട് ഈ മാറാലത്തൂത്ത് കളഞ്ഞിട്ടേ ഗ്ലാസും പറ്റുന്നതൊക്കെ ഒന്ന് തുടച്ചിട്ട് അത് കഴിഞ്ഞിട്ട് തൂത്തിറക്കാം. അതാണ്ട് ആ മേശപ്പുറത്തൊരു തുണി കിടക്കുന്നു. ബാക്കിയുള്ള പുട്ടുപൊടി ഇതുപോലെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ലേശം വെള്ളം മുകളിൽ തളിച്ച് വെച്ചിട്ട് പിറ്റേന്ന് എടുക്കുമ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുത്തുണ്ടാക്കിയാൽ മതി. നല്ല നൈസ് ആയിട്ടുള്ള പുട്ട് തന്നെ കിട്ടുമേ.
ഒട്ടും ഡ്രൈ ആവാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടായിരിക്കും. അപ്പൊ രാവിലെ തന്നെ ഞാൻ തോരനും എല്ലാം അങ്ങ് റെഡിയാക്കുവാണ് കേട്ടോ. കാരണം എനിക്കും ചേച്ചിയുടെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ നിന്നേ പറ്റത്തുള്ളൂ. അതായത് തുടയ്ക്കാനായാലും മോപ്പ് പിഴിഞ്ഞു കൊടുക്കാനായാലും ഇടയ്ക്ക് ഞാൻ തുടയ്ക്കും, ചേച്ചി മോപ്പ് പിഴിഞ്ഞ് തരും, ഞാൻ അല്ലെങ്കിൽ തിരിച്ചായിരിക്കും. അങ്ങനെയൊക്കെയുള്ള കുറെ പരിപാടികൾ ഞാനും കൂടെ നിന്നാണ് ചെയ്യുന്നത്. അപ്പൊ കാബേജ് തോരനായിട്ട് രാവിലെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് തോരൻ ആ, വെച്ച് തോരനാണ് ഇന്ന്, കാബേജ് തോരൻ. ആ വെളുത്തുള്ളി എടുത്തോണ്ടല്ലേ, അതുകൊണ്ട് പിന്നെ വേറെ എന്തോ പച്ചക്കറികൾ വല്ലതും മേടിക്കാനുണ്ടോ? ഉള്ളിയും കാളയൊക്കെ ഉണ്ടോ? എല്ലാം ഉണ്ടല്ലോ, തോരൻ വെക്കാനും ഉണ്ടല്ലോ. തോരൻ കാബേജ് ആ വേറെ ഒന്നുമില്ലേ? കാര്യം ഇനി പോകാനൊക്കത്തില്ല, അതുകൊണ്ടാണ്. എന്താ പറയുക, ഓർമ്മയിൽ ഇപ്പൊ ഒന്നും ഇല്ല. ഓക്കെ. ദിവസം കൊറിയർ അയക്കാനും സാധനങ്ങൾ മേടിക്കാനും ഒക്കെ ആയിട്ട് പോയി. അപ്പൊ ഇനിയിപ്പം എനിക്ക് ഇത്തിരി പണി കൂടുതലാണ്. കാരണം കടയിൽ ആരെങ്കിലും വരുവാണെങ്കിൽ ബെല്ലടിക്കുവാണെങ്കിൽ അങ്ങോട്ട് പോകണം, അടുക്കള പണി നടക്കണം. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ ഉച്ചക്കത്തെ ഇച്ചിരി ലേറ്റ് ആയാലും കുഴപ്പമില്ല. പക്ഷെ വീട്ടിൽ ആളുള്ളപ്പോൾ അവർക്ക് കറക്റ്റ് സമയത്ത് ആഹാരം കൊടുക്കണമല്ലോ. അതുകൊണ്ട് കഴിവതും ഞാൻ നേരത്തെ തന്നെ ഉച്ചക്കത്തെ എല്ലാം ആക്കാറുണ്ട്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളെങ്കിൽ ഇച്ചിരി ലേറ്റ് ആയിട്ടൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഉച്ചക്കത്തെ ലേറ്റ് ആവും. ആ പിന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എല്ലാം കഴിഞ്ഞിട്ട് ചേച്ചിയുടെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കണമായിരുന്നു. തൂത്ത് തുടയ്ക്കാൻ തന്നെ നല്ല സമയം എടുക്കും കേട്ടോ. എനിക്കറിയാം അയ്യേ എന്റെ ദൈവമേ, ഈ പൊടി എവിടുന്നാ ഇത്രയും കയറുന്നേന്ന്. നന്ന വൃത്തിയായിട്ട് തൂത്തിട്ടാലും പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്കും മുറിയിൽ നല്ല പൊടി കാണും. അതാണ് അവസ്ഥ. ഇതായിരിക്കും ഞാൻ മിക്കവാറും എല്ലാ വ്ളോഗിലും ഇത് പറയുന്നതാണ്. നിങ്ങൾക്ക് കേട്ട് ബോറായി കാണും. ഞാൻ കഴിഞ്ഞ വ്ളോഗില് ഇതിന്റെ നാട്ടിലും പല ഭാഷയാണല്ലോ അങ്ങനെ പറഞ്ഞിരുന്നു. ഇത് മീൻകറി വെക്കാനായിട്ടാണ് കേട്ടോ, മീൻ തേങ്ങ അരച്ച് കറി. അതിന്റെ റെസിപ്പി പ്രത്യേകം പറയണ്ടല്ലോ. ഇന്നൊരു ഇച്ചിരി വ്യത്യസ്തമാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഞാന് പറഞ്ഞായിരുന്നു, അതെന്താണെന്നറിയോ, ഒരു 6 7 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഏത് സ്ഥലത്തുനിന്ന് എന്റെ പഴയ ഓർമ്മയില് കണ്ണൂരെന്നായിരുന്നു ഓർമ്മ, പക്ഷെ അല്ലായിരിക്കാം, വേറെ ഏതോ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ കേരളത്തിലെ ഏതൊരു സ്ഥലമാണ്. അവിടെ നിന്നാണ് എനിക്ക് കമന്റ് തന്നത്, തലയിലെ താരൻ പോകാൻ ചേച്ചി അടയ്ക്കാന്നാണോ കവുങ്ങെന്നാണോ, കവുങ്ങിന്റെ ഇല അതോ അടയ്ക്കാമരത്തിന്റെ ഇല, ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ചിന്തിച്ച്, ദൈവമേ, അടയ്ക്കാമരത്തിന്റെ ഇല ഇതിനൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യാമോ? ഞാൻ വീണ്ടും ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ചോദിച്ചു അതിന്റെ ഇംഗ്ലീഷ് പേരൊന്ന് പറയാമോ എന്ന്. അന്നേരമാണ് മനസ്സിലായി, നമ്മുടെ പേരയ്ക്കാണ് പറയുന്നത്, കവുങ്ങ് അല്ലെങ്കിൽ അടയ്ക്കാമരം, ഇതിലേതോ ഒന്നാണ് കേട്ടോ, ഞാൻ ഓർക്കുന്നില്ല. എന്റെ ഇതിലെ ചാറ്റ് ഹിസ്റ്ററി ഒന്നുമില്ല. കാരണം 7 വർഷങ്ങൾക്ക് മുമ്പേ എനിക്ക് ഏതോ ഒരു വീഡിയോയിൽ കമന്റ് ഇട്ടതാണ്. അപ്പൊ ഇത് ഏതിനകത്താണെന്ന് തപ്പിപ്പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഈ കേരളത്തിന്റെ പല ഭാഗങ്ങളിലുള്ളവർ എന്റെ വീഡിയോ കാണുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഈ പേരയ്ക്കയ്ക്ക് പേരാന്ന് തന്നെയാണോ പറയുന്നേ, ഒന്ന് പറയണേ. അപ്പൊ ഇച്ചിരി സമയം കിട്ടുമ്പോൾ ഞാൻ ഇതുപോലെ നമ്മുടെ എന്താണ്, താഴത്തു പാത്രം എന്നാണ് ഞാൻ പേരിട്ടിരിക്കുന്നത്. അതിനകത്ത് സാധനങ്ങൾ തീർന്നു വരുമ്പോൾ ഞാൻ വീണ്ടും ഫില്ല് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. ഭയങ്കര യൂസ്ഫുൾ ആണെന്ന് വെച്ചാൽ ഭയങ്കര യൂസ്ഫുൾ ആണത്. ഈ സമയം കൊണ്ട് അരി വെന്തു, അരി വാർത്തു ഞാനിടും. ഇതൊക്കെയാണ് ഇവിടുത്തെ കോക്കാമ്പീച്ചികള്. അല്ലാത്തപ്പം ക്യാമറ എടുക്കുമ്പം കോക്കാമ്പീച്ചിയൊക്കെ നിൽക്കും. എല്ലാവരും പറഞ്ഞു, യു ജോസേട്ടൻ എന്ത് സീരിയസ് ആണ്, അല്ലെന്നുണ്ടെങ്കിൽ അധികം സംസാരിക്കുന്നില്ല. അതാണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ. അപ്പൊ ഇടയ്ക്കൊക്കെ ഞാൻ വെളുത്തുള്ളി ഇതുപോലെ പുറത്ത് കൊടുത്ത് പൊളിപ്പിക്കാറുണ്ട്. കാരണം എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അങ്ങനെ പൊളിച്ച് കിട്ടുന്നതേ നല്ല വൃത്തിയായിട്ട് പൊളിച്ചു തരും. മറ്റേ ഞാനായിരുന്നല്ലോ സ്ഥിരം കുത്തിയിരുന്ന് പൊളിക്കുന്നത്. അപ്പൊ ഇരുന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്, കണ്ടിന്യൂസ് ഇങ്ങനെ ഇരുന്ന് ഉള്ളിയൊക്കെ പൊളിക്കുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് വെളുത്തുള്ളി പൊളിക്കുമ്പോൾ കൈക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൈ മുറിഞ്ഞങ്ങ് നീറും ഭയങ്കരമായിട്ട്. അതുകൊണ്ട് ഇപ്പൊ വെളുത്തുള്ളി പൊളിക്കാൻ പുറത്തൊരാളെ കിട്ടിയിട്ടുണ്ട്, അവിടെ ചെയ്യിപ്പിക്കുന്നത്. വേറെ കിടന്ന് കറങ്ങി എന്റെ ഊപ്പാട് വന്നേ. എന്തിനാ കറങ്ങാൻ പോയി? അത് DTDCയിലെ ചേച്ചി ഏതാണ്ട് വസ്തുവിന്റെ പ്രശ്നമായിട്ട് നടക്കുന്നു, ഫോൺ എടുക്കുന്നില്ല. പിന്നെ അതുകൊണ്ട് വീണ്ടും എന്തോ ഓഫീസ് അടച്ചിട്ടേക്കുമായിരുന്നോ? പിന്നെ എന്തോ വീണ്ടും അത്തിപ്പഴവും ചാമയും ഒക്കെ എടുക്കാൻ പോയി. എന്റെ ബില്ല് തന്നു? ഇല്ല. ലിസ്റ്റ് ഇട്ടതേ ഉള്ളൂ. ചോദിക്കാം എന്താ? അല്ല ചോദിച്ചേ, വില മാറുന്നുണ്ടത്. അന്നേരം ഇപ്രാവശ്യത്തെ എത്ര കിട്ടിയെന്നൊന്ന് അറിയാനായിരുന്നു. അത്തിപ്പഴം ഓരോ പ്രാവശ്യം സ്റ്റോക്ക് എടുക്കുമ്പോൾ വിലയിൽ വ്യത്യാസം വരുന്നുണ്ട്. എന്റെ രാവിലത്തെ ഉദ്യോഗം കഴിഞ്ഞ്
ഈ എൻ്റെ അമ്മച്ചിയെന്ന് വിളിക്കുന്നതിന് വരെ എൻ്റെ ബെഞ്ചുമോളേന്ന് വിളിക്കണം, എൻ്റെ മോളേന്ന് പറയണം. അതൊക്കെ സ്നേഹമുള്ളൊരു മോളേന്ന് വിളിക്കും. കടുക് കളിക്കട്ടെ ഇച്ചിരി. കടുക് കളിക്കണ്ടെന്ന് വിചാരിച്ചേ. മീൻ കറിക്ക് കടുക് കളിച്ചില്ലേ, കൊള്ളത്തില്ല. എന്ത് പണി കറങ്ങുന്നേ? വെള്ളം കുടിക്കാൻ. എന്നാലും ആ ലൈറ്റ് പോയത് ഞാൻ ശ്രദ്ധിച്ചില്ലല്ലേ, ഒരൈഡിയേ ഇല്ല. ആ ഇച്ചിരി വട്ടം ഇച്ചിരി കൂടെ എടുത്ത് നിൽക്കുമായിരുന്നു. അത് എവിടെ ലൂസ് അയ്യോ ഇനിയിപ്പോൾ ഒന്നും ചെയ്യല്ലേ, ഇപ്പം ചെയ്യല്ലേ എന്ന് പറഞ്ഞപ്പം അതിൻ്റെ അകത്ത് പൊടിയൊക്കെ കാണും. ഇനി തുമ്മാനാ ചോദിച്ചേ. കുറച്ച് കുപ്പികളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അച്ചാറിന്റെ അല്ലാതെ വെജിറ്റബിൾസ് ഇട്ട് വെക്കുന്നതും ഒക്കെ കഴുകി ഇങ്ങോട്ട് വെക്കുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇപ്പോഴത്തെ വെയില് എത്രയും ഉപയോഗപ്രദമാക്കാമോ അത്രയും ഉപയോഗപ്രദമാക്കും. അങ്ങനെയാണല്ലോ. എനിക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞ് ഉണക്കണമെന്നുണ്ട്. പക്ഷേ ഈ 2 കയ്യല്ലേ ഉള്ളൂ എല്ലാത്തിനൂടെ. അതാണ്. ഇതിൽ പാവയ്ക്കയോ പയറോ ഒക്കെ ഉണങ്ങണമെന്നുണ്ടായിരുന്നു. പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, പാവയ്ക്ക ഉണങ്ങിയതുണ്ടോ, പയറുണങ്ങിയതുണ്ടോ, കൊണ്ടാട്ടം, മുളക്, ഏതൊക്കെയുണ്ടല്ലോ പലരും ചോദിക്കാറുണ്ട്. പക്ഷെ ഈ സമയക്കുറവ് കൊണ്ടാണ് കേട്ടോ. കാരണം എല്ലാം നമ്മളിപ്പോ ആരെ കൊണ്ട് ചെയ്യിപ്പിക്കുമല്ല, പുറത്തുനിന്ന് എടുത്ത് റീസെയിൽ ചെയ്യുമല്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ സ്റ്റോക്ക് എപ്പോഴും കാണും. ഇത് അങ്ങനെയല്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പൊ മീൻ കറിക്ക് കഴിഞ്ഞ വ്ളോഗില് ജോസം പറഞ്ഞായിരുന്നു കടുക് താളിക്കണ്ടെന്ന്. പക്ഷെ ഇന്നെന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടും മാത്രമല്ലല്ലോ, പുറത്തുനിന്ന് ഒരാളുള്ളപ്പോ നല്ല രീതിയിൽ തന്നെ ചെയ്യണ്ടേ. അതുകൊണ്ട് കാരണം പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും പറയുന്നതാണ്, തേങ്ങ അരച്ച കറിക്ക് ഇതുപോലെ ഒന്ന് കടുക് താളിച്ച് നിങ്ങൾ ഇതുവരെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ഒന്ന് താളിച്ചിട്ട് നോക്കൂ. കറിയുടെ ടേസ്റ്റ് തന്നെ മാറും, വേറെ ലെവലാവും. അത് ഞാൻ ഗ്യാരണ്ടി. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചില്ലായിരുന്നു കുരുമുളക്. അതിനകത്ത് ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ എനിക്ക് തന്നെ അതിന്റെ തിരി ഒന്നും കാണുന്നില്ല. അതായത് പുതിയ ഇത് വരുന്നതിനാണ് തിരി എന്ന് പറയുന്നത്. എന്നാൽ ചില തിരിക്കകത്ത് മണി ഇല്ല, ചിലതിനകത്തുണ്ട്. അപ്പൊ ഇവിടെ ഒരു പേരയ്ക്ക, നമ്മുടെ പേരമരത്തില് പേരയ്ക്ക നന്നായിട്ട് വിളഞ്ഞു നിൽക്കുമായിരുന്നു. ഇനിയും നിന്നാലത് കാക്ക കൊണ്ടു. നിങ്ങൾ വിചാരിക്കും പെൻസി ഒന്നും കാക്കയ്ക്ക് പോലും കൊടുക്കുന്നില്ലെന്ന്. ഓൾറെഡി ആദ്യം ഒരു 3 പേരയ്ക്ക ഉണ്ടായിരുന്നു, അത് 3 കാക്കകളാണ് കൊണ്ടുപോയത്. ഞാൻ പറിച്ചില്ലായിരുന്നു. അപ്പൊ അടുത്തത് എനിക്ക് പറിച്ചെടുക്കണമെന്നൊരാഗ്രഹം. അങ്ങനെ പറിച്ചെടുത്താണ്. നല്ല മധുരമായിരുന്നു കേട്ടോ. ഞാൻ പറയും ദൈവമേ അതിനകത്ത് കുറച്ചുകൂടെ പേരയ്ക്ക പിടിച്ചായിരുന്നെങ്കിലെന്ന്. കാരണം പേരയ്ക്ക ഫ്രൂട്ട്സിന്റെ രാജാവാണ്, ഏറ്റവും ബെസ്റ്റ് ആണ് പേരയ്ക്ക. അപ്പൊ കുറച്ച് സവാള ഇതുപോലെ സമയം അവിടെ ഇരുന്നപ്പോ അടുക്കളയൊക്കെ ഇരുന്നപ്പോ കുറച്ച് സവാളയും പൊളിച്ചു വെച്ചു. എനിക്ക് ഇത് പലരും പറയും ഇങ്ങനെ പൊളിച്ച് വെക്കരുത്, അത് ശരീരത്തിന് നല്ലതല്ല, ഫ്രിഡ്ജിൽ ഉള്ളി പൊളിച്ച് വെക്കരുത് എന്നൊക്കെ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം സമയം ലാഭിക്കാൻ ചെയ്ത് വെക്കുന്നതാണെന്നേ. നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വെച്ചാല് ഫ്രിഡ്ജിൽ ഒരു സ്മെല്ലും വരത്തില്ല, ഉള്ളിയുടെ ഒരു സ്മെല്ലും കാണില്ല. പക്ഷെ നല്ലോണം അടച്ചു വെച്ചില്ലെന്നുണ്ടെ പണി കിട്ടും. ഫ്രിഡ്ജ് തുറക്കുന്ന ഉടനെ വൃത്തികെട്ട സ്മെല്ലായിരിക്കും. എവിടെയെങ്കിലും പോവാന്ന് പറഞ്ഞേച്ച് പൊക്കൂടെ? നിന്ന നിപ്പി ആളിനെ കണ്ടില്ല, നല്ല സ്വഭാവമാണോ ഇത്? എവിടെ നിന്നാലും ഈ എഡിറ്റ് ചെയ്ത സമയത്ത് ഇത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് 2-3 വർഷത്തിന് മുമ്പത്തെ എൻ്റെ ഒരു വ്ളോഗില് ജോസാൻ ഇതുപോലെ പറയാതെ പോയി കുറേ ലേറ്റായിട്ടാ വന്നേ. അപ്പൊ ആ വീഡിയോയിൽ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത്രേ ലേറ്റായേ എന്താ, ഞാൻ ഫോൺ ചെയ്തിട്ട് എന്താ എടുക്കാഞ്ഞേന്നൊക്കെ ചോദിച്ചപ്പോ എനിക്കൊരു കമന്റ് വന്നതാണ്, ഭർത്താവിനെ ചോദ്യം ചെയ്യാൻ നാണമില്ലേ, അത്രയ്ക്ക് ഫ്രീഡം ഇല്ലേ ഭർത്താവിനെന്നൊക്കെ. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. എവിടെയെങ്കിലും പറയാതെ പോയാൽ എവിടെ പോയെന്ന് എനിക്കറിയില്ല. കടയും കൂടെ ഉള്ളത് കൊണ്ട് ആരെങ്കിലും വന്ന് ബെല്ലടിച്ചാല് ഞാൻ വിചാരിക്കും ജോസാൻ ഇവിടെ ഉണ്ട്, മുറിയിലുണ്ട്, ഇറങ്ങിപ്പോയി കൊടുക്കുമോ. ഇന്നും അങ്ങനെ അബദ്ധം പറ്റി. ബെല്ലടി കേട്ടിട്ട് ഞാൻ അടുക്കളയിൽ നിൽക്കുക, കാരണം ജോസാൻ വീട്ടിലുണ്ടല്ലോ എന്നുള്ള ചിന്ത. എന്നാലും ബുള്ളറ്റിലാ പോയത്, ആ സൗണ്ടും ഞാൻ കേട്ടില്ല. അല്ലെങ്കിൽ സൗണ്ട് കേട്ടാൽ മനസ്സിലാവുക എവിടെയോ പോയെന്ന്. സൗണ്ടും കേട്ടില്ല. അതിനുശേഷം ചേച്ചി പറഞ്ഞു മോളെ ദാണ്ട ബെല്ലടിക്കുന്നു. ഞാൻ പറഞ്ഞു ചേച്ചി ജോസാൻ എന്തിയേ, ചേച്ചിയുടെ അടുത്ത് പറഞ്ഞില്ലേ? ചേച്ചി പറഞ്ഞു ഇല്ല, എന്റെ അടുത്തും പറഞ്ഞില്ല മോളെ, ഞാൻ കണ്ടില്ല. അതാണ് ഞാൻ ചോദിച്ചത്. പറയാതെ ഇതിപ്പോ കടയുണ്ടെങ്കിലെന്നല്ല, ഇല്ലെങ്കിലും ആര് വീട്ടിൽ നിന്ന് പോയാലും, അത് സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ഞാൻ ഇന്നടുത്ത് പോന്നു, അല്ലെങ്കിൽ ഞാൻ ദാ വരുന്നേ ഒന്ന് പറഞ്ഞേച്ചു പോണം. അതാണ് മര്യാദ. അതിനുശേഷം കുറച്ച് കൊച്ചുള്ളി ഉണ്ടായിരുന്നു, അതും പൊളിച്ചു.
ഇങ്ങനെ പൊളിച്ചു വെക്കുമ്പോൾ കടുതാളിക്കാനൊക്കെ പൊളിച്ച ഉള്ളി ഉണ്ടെങ്കിലേ പെട്ടെന്ന് കടുതാളിക്കാൻ എടുക്കുക. ഈ പൊളിക്കാനുള്ള മടി കൊണ്ട് പലപ്പോഴും ഞാൻ കടുതാളിക്കാൻ കൊച്ചുള്ളി എടുക്കാതെ, അല്ലെങ്കിൽ ചിലപ്പോൾ കടുതാളിക്കാറില്ല, അല്ലെങ്കിൽ സവാളയിൽ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ചേച്ചി അവിടെ ചെയ്യുന്ന സമയം കൊണ്ട് ഞാനിവിടെ അടുക്കളയുടെ ക്യാബിനറ്റ് മൊത്തവും തുടച്ചു വൃത്തിയാക്കി. അതായത് മുറിയൊക്കെ ചേച്ചി തുടച്ചു വരുന്ന സമയത്തേക്ക് ഞങ്ങൾ അതിനുശേഷം ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം അച്ചാറിടുന്ന വർക്ക് ഏരിയ ഉണ്ടല്ലോ, എല്ലാം കഴുകി ഇറക്കി. അപ്പം മുറിയെല്ലാം തൂത്തിറക്കിയപ്പോ അടുക്കളയിലെയൊക്കെ മാറ്റ് ഇവിടെ കിണറ്റിന്റെ കരയിലോട്ട് കൊണ്ടിട്ടപ്പോ എന്താണ്ട് ഒരാൾ സുഖമായിട്ട് അതിന്റെ മേളിൽ കിടന്ന് ഉറങ്ങുവാണ്. കാരണം ഫുൾ ഡീപ് ക്ലീനിങ് ചെയ്യുമ്പോൾ മാറ്റ് എല്ലാം പുറത്തെടുത്തിട്ട് അത് പിന്നെ കഴുകിയതിന് ശേഷമാണ് ഇടുന്നത്. അപ്പം ഇത് നേരത്തെ എന്റെ അടുക്കളയിൽ കിടന്ന ആതായിരുന്നു കേട്ടോ. പിന്നാണ് നമ്മൾ അടുക്കളയിലെ മാറ്റ് മാറ്റിയപ്പോ ഇതിപ്പം ഇവിടെ ഇട്ടു. ഇവിടെ എല്ലാം കഴുകി ഇറക്കി. എല്ലാ ആഴ്ചയിലും ആഴ്ച ഒരു ദിവസം വെച്ച് ഇത് കഴുകി ഇറക്കാറുണ്ട് കേട്ടോ. മിക്കവാറും ദിവസങ്ങളിൽ ശനിയാഴ്ചയായിരിക്കും. അപ്പൊ മിക്കവാറും ശനിയാഴ്ച ദിവസങ്ങളിൽ ഞാനും ജോസാനോടാണ് ഇത് കഴുകി ഇറക്കുന്നത്. ഇന്ന് പിന്നെ ചേച്ചി ഉള്ളതുകൊണ്ട് ചേച്ചിയും ഹെൽപ്പിനുണ്ടായിരുന്നു. അപ്പം ഹെൽപ്പിന് ആള് വന്നാലും എല്ലാം ഞാൻ അവരുടെ തലയിലോട്ട് ഇട്ട് കൊടുക്കത്തില്ല. എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാനും അവരുടെ കൂടെ നിന്ന് ചെയ്യും. ഇവിടുത്തെ അത് രണ്ട് സൈഡ് ഇടാൻ ചോദിച്ചാ അതും എങ്കിൽ മേളിലായിരിക്കും, സീറ്റിലായിരിക്കും ഇപ്പൊ ഈ വിരിച്ചേക്കുന്നത്. വീണ്ടും തിരിച്ച് ആ ഡിസൈൻ യു ഷേപ്പ് താഴെ വരണം. ആ പിന്നെ യു ഷേപ്പിൽ താഴെ വരണ്ട ഡിസൈൻ. നീളത്തിന്റെ ദിവസം പറയുന്നുണ്ട്. അത് മേടിച്ചപ്പോഴേ അങ്ങനെ ഇച്ചിരി ഇതുപോലെ ചേച്ചിമാര് വരുന്ന ദിവസം ഞാൻ നല്ല ടയേർഡ് ആവും കേട്ടോ. കാരണം അല്ലാത്ത ദിവസം ഞങ്ങൾ രണ്ടും മാത്രമുള്ള ദിവസം ഇടയ്ക്ക് ഉച്ചയ്ക്ക് ഒന്ന് റെസ്റ്റ് എടുക്കും. ഉറങ്ങാറില്ല, എങ്കിലും ഇത്തിരി ഒന്ന് കിടക്കും. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ഒന്ന് റെസ്റ്റ് എടുക്കും. അത് അന്നേരം ആ ക്ഷീണം അങ്ങ് മാറും. പക്ഷെ ചേച്ചിമാരാരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കിടക്കാൻ പറ്റില്ല. അവരുടെ കൂടെ നിൽക്കണമല്ലോ. അതുകൊണ്ട് നമ്മളങ്ങനെ കിടക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ അപ്പൊ അങ്ങനത്തെ ദിവസം ഞാൻ നല്ല ടയേർഡായിരിക്കും. ഇന്ന് ഞാൻ നല്ല ടയേർഡാണ്. അപ്പൊ കർട്ടനൊക്കെ ഇടാൻ ജോസാനെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുന്നതൊക്കെ ജോസൻ തന്നെ കിട്ടും. ബാക്കി എടുത്തു കൊടുക്കേണ്ടതൊക്കെ ഞാൻ എടുത്തു. കാരണം അതിന്റെ ആ ഫിറ്റിംഗ് സാധനങ്ങളും എല്ലാം ഉണ്ടല്ലോ, വെറുതെ അങ്ങ് ഇട്ടാ പോരല്ലോ. അപ്പം ജോസാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിന്റെ കാര്യങ്ങൾ നീ ചെയ്തോ, എനിക്ക് പറ്റുന്നത് ഞാൻ ചെയ്യാമെന്നും പറഞ്ഞ് ഓരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുവാണേ. കാരണം ഞാൻ മുളക് തൈകൾക്കൊന്നും ഇതുവരെ വെള്ളം ഒഴിച്ചിട്ടില്ല. രാത്രിയിൽ അതിന് വെള്ളം ഒഴിക്കണം, കാരണം നല്ല ചൂടല്ലേ. അപ്പൊ വല്ലപ്പോഴും 10 കാന്താരി കിട്ടുന്നത് അതിനെ കളയാനും പറ്റില്ലല്ലോ. അപ്പൊ അതിന് വെള്ളം ഒഴിക്കണം. ഇടയ്ക്ക് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് കൊച്ചുവർത്താനം പറയുന്നുമുണ്ട്. ചിലപ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ, നേരത്തെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ അടി കൂടുന്ന രീതിയിലാണ് എന്റെ ടോൺ. ജോസന്റെ ടോൺ അങ്ങനെയല്ല, ഭയങ്കര സോഫ്റ്റ് ആണ്. പക്ഷെ എന്റെ ടോൺ കേട്ടാൽ ആളുകൾ വിചാരിക്കും ഇവളിപ്പോ അടിക്കുമെന്ന്. എന്തോ അങ്ങനെ അങ്ങനെ ഒരു സൗണ്ട് ആയിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? സംസാരിക്കുമ്പോൾ ഭയങ്കര കഠിനമായിട്ടുള്ള ഒരു രീതിയിലാണ് എനിക്ക് ഫീൽ ആവുന്നത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത്. മാറ്റാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് മാറുന്നില്ല കേട്ടോ. എന്നാൽ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ടോൺ വരാറുമില്ല. എന്നാൽ വാട്സപ്പിൽ ചിലർക്കൊക്കെ ഞാൻ ആ വോയിസ് മെസ്സേജ് ഇട്ടിട്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ കേൾക്കും. അപ്പൊ എനിക്ക് തന്നെ തോന്നും, ദൈവമേ അവർക്ക് എന്തെങ്കിലും ഫീൽ ആയോ? കാരണം കേൾക്കുന്ന എനിക്ക് തന്നെ ഞാൻ എന്തോ ദേഷ്യം വന്നിട്ട് സംസാരിക്കുന്ന രീതിയിലായിരിക്കും എനിക്ക് തോന്നുന്നത്. എന്റെ ടോൺ അങ്ങനെ ആയിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? നമ്മള് കുഞ്ഞിലെ തൊട്ട് ശീലിച്ചതല്ലേ സംസാര രീതി, അത് പെട്ടെന്നൊന്നും മാറില്ലല്ലോ. എന്തിനാടി ഈ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന നീ? ഈ രാത്രി എന്തോ എടുക്കുക? ഓ, എന്ത് കാര്യമായിട്ടോ വരുന്നേ? എന്നും രാത്രി എല്ലാ ജോലിയും കഴിഞ്ഞ് കത്തിക്കാനുള്ള പേപ്പറുകളൊക്കെ കത്തിക്കും. പ്ലാസ്റ്റിക് ഒക്കെ നമ്മുടെ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാനുള്ളത് പ്രത്യേകം മാറ്റി വെക്കും. അതിനുശേഷമാണ് വെള്ളമൊഴിപ്പ്. ഈ സൈഡിലാണ് ബംഗാറിന് കൊടുക്കാനുള്ള എല്ലാ അച്ചാറിടുന്ന എണ്ണ കുപ്പികള്, വിനാഗിരി കുപ്പികള്, ബംഗാറിന് കൊടുക്കാനുള്ള എല്ലാം ഈ സൈഡിലാണ് വെക്കുന്നത്. അതാണ് നേരത്തെ കുറച്ച് ചാക്കുകളൊക്കെ കണ്ടില്ലേ. അപ്പൊ ആഴ്ച ഒരിക്കല് ബംഗാറ് കൊടുക്കാറുണ്ട്. അപ്പൊ ലാസ്റ്റിൽ ഞാൻ ഒന്നുകൂടെ പറയുവാണ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ കമന്റ് വിടാൻ മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്.
നിങ്ങളുടെ സപ്പോർട്ടാണല്ലോ ഇത് ഇത്രയും നാള് ഞാൻ വീഡിയോ ഇടാൻ കാരണം. ഇത്രയും വർഷമായിട്ടും ഞാൻ യൂട്യൂബിൽ നിൽക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണല്ലോ. അതുപോലെ തന്നെ എന്റെ അച്ചാർ ബിസിനസ് ആയാലും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണല്ലോ മുമ്പോട്ട് പോകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ മുമ്പോട്ടൊന്നും പോകത്തില്ല തീർച്ചയായിട്ടും. അപ്പൊ ഇത്രത്തോളം ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള എന്താണ് ആരോഗ്യം ദൈവം തരുന്നു, ബുദ്ധി ദൈവം തരുന്നു, ഇങ്ങനെയൊക്കെ മുമ്പോട്ട് പോകുന്നു. ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. ഞങ്ങളുടെ എല്ലാ വിശേഷങ്ങളും നിങ്ങളെ അപ് ടു ഡേറ്റ് അറിയുന്നുണ്ട്. പലരും ഞങ്ങളെ കാണുമ്പോൾ ഇങ്ങോട്ട് പല കാര്യങ്ങളും ഇങ്ങോട്ട് പറഞ്ഞു കേൾപ്പിക്കും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അന്നേരം ഓർക്കും, ഒട്ടും സ്കിപ്പ് അടിക്കാതെ കാണുന്നവരും ഉണ്ടല്ലോ എന്ന്. അപ്പൊ എല്ലാ ജോലിയും കഴിഞ്ഞ് ഇത്തിരി സമാധാനത്തോടെ, ഇത് ഒന്നും ഉള്ളതാണ് കേട്ടോ. ഇച്ചിരി നേരം ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഒക്കെ നമ്മുടെ സുന്ദരിപ്പൂച്ച അവിടെ ഉണ്ടെങ്കിൽ അവളുടെ അടുത്ത് ഇത്തിരി കാര്യമൊക്കെ പറഞ്ഞ് ഇതുകൊണ്ട് മേളി ഇരിപ്പുണ്ട് ആ മതിലേല്. അപ്പൊ കാര്യമൊക്കെ പറഞ്ഞു വെച്ചാണ് ഞാൻ കയറി പോകുന്നത്. ഇന്നത്തെ ദിവസം അങ്ങനെ തീർന്നു. ഇനിയൊന്ന് കുളിക്കണം, ഇനിയൊന്നും കഴിക്കില്ല ഞാന്, നല്ല ടയേർഡാണ്. കുളിക്കണം, പ്രാർത്ഥിക്കണം, കിടക്കണം, ഇത്രയേ ഉള്ളൂ. അപ്പോ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ചിൽഡ്രൻ ബൈ. ഗോഡ് ബ്ലസ് യു.